ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെതിരെ വീണ്ടും അസഭ്യ പരാമർശവുമായി MM മണി. അനീഷ് രാജൻ രക്തസാക്ഷി അനുസ്മരണ ചടങ്ങിലാണ് വിവാദ പരാമർശം. പ്രസംഗത്തിൽ ഇടുക്കി മുൻ MP PJ കുര്യനെതിരെയും അധിക്ഷേപ പരാമർശമുണ്ട്. പൗഡർ പൂജി പിന്നെ ബ്യൂട്ടി പാർലറിൽ കയറി വെള്ള പൂജിയിട്ട് പടവ് കൊടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്താനം പറയാതെ ഇനിയും വന്നിരിക്കുക. ഞാൻ ഇപ്പൊ ഉണ്ടാക്കാം ഒലത്താന്നും പറഞ്ഞു നന്നായി ഒലത്തേക്കുള്ളൂ, നന്നാക്കും. ഇപ്പൊ അതുകൊണ്ടാണല്ലോ കെട്ടിവെച്ച കാശ് കൊടുക്കാൻ പാടില്ല, നീതിബോധമുള്ളവരാണ്. അതിന് മുമ്പ് PJ കുര്യൻ നേരെ പടിയായിരുന്നു, പെണ്ണുപിടി എന്നല്ല കേസാണ് ഉണ്ടായത്. എല്ലാം നമ്മൾ മറന്നോ? രാഹുൽ വിജയനുണ്ട് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. രാഹുൽ വിജയൻ, ഇത് ആദ്യമല്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം, അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഡീൻ കുര്യാക്കോസിനെ തുടർച്ചയായി MM മണി കടന്നാക്രമിക്കുന്നുണ്ട്. ഇത് ഒരു അതിരുകവിഞ്ഞ പ്രതികരണമായി പോയില്ലേ? ഗോകുൽ, തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് എടുത്തതോടെ MM മണി നല്ല ഫോമിലാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സമീപകാലത്ത് ഇത്തരത്തിലുള്ള കടുത്ത പരാമർശങ്ങളിലേക്കൊന്നും പോയിരുന്നില്ല. പക്ഷേ ഈ ഡീൻ കുര്യാക്കോസിനെതിരെ ഈ ഇലക്ഷൻ പ്രചരണം തുടങ്ങിയതിനു ശേഷം രൂക്ഷമായ ഭാഷയിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ MM മണിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അവസാനത്തേതാണിത്. ഡീൻ ഈ പാർലമെന്റിലേക്ക് ജയിച്ചു പോയിട്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനവും നാട്ടുകാർക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു MM മണിയുടെ ഈ പ്രസംഗം. ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കുന്ന ഡീൻ എന്ന് പറയുന്ന പോലെ തുടങ്ങിയതിനു ശേഷം ഡീൻ ഷണ്ടനാണെന്നും ജയിപ്പിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ അനുഭവിക്കുമെന്നും വീണ്ടും ഒലത്താം എന്ന് പറഞ്ഞ് ഡീൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഒലത്താൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്നതടക്കമുള്ള പരാമർശങ്ങൾ MM മണിയുടെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രമല്ല, ഇടുക്കിയുടെ മുൻ MP ആയിട്ടുള്ള PJ കുര്യനും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള PJ കുര്യനെതിരെയും രൂക്ഷമായ ഭാഷയിൽ MM മണിയുടെ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട്. അത് പറയുമ്പോൾ തന്നെ അത് വലിയ തരത്തിലുള്ള മോശമാണ് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവുകയും ചെയ്യുന്നതാണ്. എന്തായാലും രൂക്ഷമായ ഭാഷയിലായിരുന്നു MM മണി ഡീൻ കുര്യാക്കോസിനെതിരെയും PJ കുര്യനെതിരെയും പറഞ്ഞത് എന്നുള്ളത് അറിയാം. ശരി, MM മണിയുടെ പ്രതികരണം അങ്ങേയറ്റം അധിക്ഷേപകരമാണ്. ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഡീൻ കുര്യാക്കോസിനെതിരെയും PJ കുര്യനെതിരെയുമാണ് ഇന്നലത്തെ പ്രസംഗത്തിലെ രൂക്ഷമായ മോശമായ പ്രതികരണം.